എല്ലാവർക്കും ക്രിയേറ്റീവ് കൺസെപ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് കുറച്ച് ഇലക്ട്രോണിക് കോമ്പോണൻസുകളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ടാണല്ലോ നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇലക്ട്രോണിക് എന്തോ ആയിക്കോട്ടെ, സർക്യൂട്ടുകൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തോ ഉണ്ടാക്കാം ഇലക്ട്രോണിക്സ് ഈ ഡിവൈസ് ഈ കോമ്പോണൻസ് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ പ്രാഥമികമായിട്ട് സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് പരിചയപ്പെടുക. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോസിൽ പറയുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ഞാനൊന്ന് പറയുന്നു എന്ന് മാത്രം. ഇതിൽ ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ഫ്യൂസബിൾ റെസിസ്റ്ററാണ്. ഈ ഫ്യൂസബിൾ റെസിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഡ്രൈവർ ബോർഡുകളിൽ ഹൈ കറണ്ട് ഒഴുകുന്ന ഉപയോഗിക്കുന്ന ബോർഡുകളിലാണ് ഫ്യൂസബിൾ റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നത്. സർക്യൂട്ടിൽ എന്തെങ്കിലും ഷോർട്ട് വന്നു കഴിഞ്ഞാൽ ഫ്യൂസബിൾ റെസിസ്റ്റൻസ് ബേണായി ആ സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യും. അതാണ് അതിൻ്റെ ഫങ്ഷൻ. ഒരു പെർട്ടിക്കുലർ വാട്ട് ഉണ്ടാവും, പെർട്ടിക്കുലർ ഓം റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ടാവുമായിരിക്കും. അത് ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ ബോർഡിൻ്റെ കറണ്ട് കപ്പാസിറ്റി അനുസരിച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അതെല്ലാം ഞാൻ വരും വീഡിയോയിൽ പറയുന്നതാണ്. ഇതും ഒരു 10 വാട്ടിൻ്റെ 220 ഓമിൻ്റെ ഫ്യൂസബിൾ റെസിസ്റ്ററാണ്. പിന്നെ അടുത്തത് ഇതും അത് തന്നെയാണ്. പിന്നെ അടുത്തത് ഒരു റിലേ ആണ്. റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലേക്ക് ഒരു കോയിൽ ഉണ്ടാവും. കോയിലോട്ട് ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ റിലേ മാഗ്നറ്റിക് കോണ്ടാക്റ്റാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നോർമലി ഓപ്പണും നോർമലി ക്ലോസും ഉണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നോർമലി ഓപ്പൺ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, നോർമലി ക്ലോസ് ഉപയോഗിക്കാം. പക്ഷേ വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ കൺട്രോൾ ബോർഡായിരിക്കും ഈ റിലേയിലെ കോയിലിനെ കൺട്രോൾ ചെയ്യണത്. അതിനൊരു സ്പെസിഫിക് വാല്യൂ ഉണ്ട്. ഈ എത്ര വോൾട്ടേജ് വരെ ഈ കോയിൽ കൊടുക്കാം, എത്ര ആംബിയർ ഈ കോണ്ടാക്ടറിലൂടെ ഒഴുക്കാം, അത് നമുക്ക് ഇതിനകത്ത് സ്പെസിഫിക്കേഷൻ എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇതൊരു മൈക്രോ സ്വിച്ചാണ്. ഇതിനകത്ത് നോർമലി ക്ലോസ് ആണ്. ഇത് മാനുവലി ചെയ്യും. മറ്റേത് വോൾട്ടേജ് വന്ന് ആണ് റിലേ ഡ്രൈവ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഇത് മാനുവലി നമുക്ക് എന്തെങ്കിലും ലിമിറ്റ് സ്വിച്ച് ആയിട്ട് ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നോർമലി ഇത് കോമൺ ആണ്. ഇത് നോർമലി ഓപ്പൺ, നോർമലി ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ഈ കണ്ടീഷനിൽ ഇതും ഈ കോമണും ഇതും കോണ്ടാക്റ്റായി നിൽക്കും. വിടുമ്പോഴേക്കും ഇതും കോണ്ടാക്റ്റ് ആവും. ഈ കോണ്ടാക്റ്റ് ഉപയോഗിച്ച് നമുക്ക് സർക്യൂട്ടിനെ ഡ്രൈവ് ചെയ്യിപ്പിക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും ചെയ്യിപ്പിക്കാം. ഇതുപോലെ ഇതൊരു വേരിയബിൾ റെസിസ്റ്ററാണ്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ് തിരിക്കുമ്പോഴേക്കും ഇതിൻ്റെ റെസിസ്റ്റൻസ് വേരി ചെയ്യും. ഈ സെൻറ്ററാണ് ഈ മൂവ് ചെയ്യുന്നത്, ഈ അറ്റം മുതൽ ഈ അറ്റം വരെ. അപ്പോൾ നമ്മൾ ഈ സൈഡിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറഞ്ഞ് ഈ അറ്റം എത്തുമ്പോഴേക്കും 0. അതുപോലെ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഈ അറ്റം എത്തുമ്പോൾ ഇതും 0. ഇതിനെപ്പറ്റി സർക്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. ജസ്റ്റ് ഒന്ന് കേട്ട് പോവുക. പിന്നെ ഇത് ഫോട്ടോ ഡയോഡാണ്. ഫോട്ടോ ഡയോഡ് ലൈറ്റ് വീഴുമ്പോൾ ഇതിനകത്തെ കൂടി ഇലക്ട്രോണുകൾ ഒഴുകും. ആ വോൾട്ടേജ് ഉപയോഗിച്ച് നമുക്ക് ബോർഡുകൾ ഡ്രൈവ് ചെയ്യിപ്പിക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും ചെയ്യിപ്പിക്കുക. ഇതൊരു സെൻസർ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ ഡയോഡിലോട്ട് ഇൻഫ്രാറെഡ് LED ലൈറ്റ് കൊടുക്കുക. ലൈറ്റ് കൊടുക്കുമ്പോൾ ഈ ലൈറ്റിനെ അബ്സോർവ് ചെയ്ത് ഇലക്ട്രോണുകൾ ഒഴുകും. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ ടെർമിനലിൽ വോൾട്ടേജ് കിട്ടും. അങ്ങനെ ഈ സെൻസർ സർക്യൂട്ടൊക്കെ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നതാണ്. പിന്നെ ഉള്ളത് ഇത് LDR എന്ന് പറയും, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. ഇതും അതുപോലത്തെ ഒരു സെൻസർ തന്നെ. ലൈറ്റിനെ അനുസരിച്ച് ഇതിലുള്ള ഇലക്ട്രോൺ പ്രവാഹം കൂടിയും കുറഞ്ഞും നിൽക്കും. ലൈറ്റ് വീഴുമ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് കുറയും, ലൈറ്റ് ഇല്ലാത്തപ്പോൾ റെസിസ്റ്റൻസ് ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കും. പിന്നെ ഉള്ളത് ഇതൊരു പ്രീസെറ്റാണ്. ഈ വേരിയബിൾ റെസിസ്റ്റൻസിൻ്റെ വേറെ ചെറിയ രൂപത്തിനെ പറയുന്നതാണ് പ്രീസെറ്റ് എന്ന് പറയുന്നത്. ഇതും അതേപോലെ ഒരു 100K ആണ് ഇതിൻ്റെ വാല്യൂ. ഇതും ഈ നമുക്ക് ചെറിയൊരു ഇതിന് പ്രോബില്ല. നമ്മൾ ഏതെങ്കിലും ടെസ്റ്റർ എന്തെങ്കിലും വെച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വാല്യൂ വേരി ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് ഇത് കപ്പാസിറ്ററാണ്. കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺലി പറയുന്നത് വോൾട്ടേജിനെ ചാർജ് ചെയ്ത് നിർത്താനുള്ള ഒരു ഉപകരണം എന്നാണ് പറയുന്നത്. കപ്പാസിറ്ററിനെ കൊണ്ട് കുറേ ഫങ്ഷൻസ് ഉണ്ട് നമുക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റർ എസ്പെഷ്യലി ഇത് ആദ്യം ഇതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ AC-യെ ഇത് കടത്തി വിട്ടിട്ട് DC-യെ ബ്ലോക്ക് ചെയ്ത് കളയും. അതാണ് ഈ കപ്പാസിറ്ററിൻ്റെ മെയിൻ ഫങ്ഷൻ. അത് വെച്ചാണ് ഈ ചാർജും ഇതെല്ലാം നമ്മൾ പറയുന്നത്. ഇൻഡക്ടർ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. AC-യെ കടത്തി വിട്ടിട്ട്
എ സിയെ ബ്ലോക്ക് ചെയ്തിട്ട് ഡി സിയെ കടത്തിവിടും. അതാണ് ഇൻഡക്ടർ. ഇൻഡക്ടർ ഇപ്പോൾ എൻ്റെ അടുത്തില്ല. ഈ കപ്പാസിറ്ററിനെ പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഇത് പല കോൺഫിഗറേഷനിൽ കിട്ടും. ഇത് മൈക്രോഫാരഡ്, ഇതിൻ്റെ വാല്യൂ പറയുന്നത് മൈക്രോഫാരഡിലാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കി അറിയാം. 200 വോൾട്ട് 470 MUF ആണ്. അതുപോലെ തന്നെ ഇത് 25 വോൾട്ട് 2000 MUF ആണ്. ഇത് നമ്മുടെ ഫിൽറ്ററിങ് പർപ്പസിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഓസിലേഷൻ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുക, ഫിൽറ്ററിങ്ങിന് ഉപയോഗിക്കുക. പിന്നെ ഉള്ളത് ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം പാസീവ് ഡിവൈസിൽ വരും. ഇവനാണ് ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ട്രാൻസിസ്റ്ററാണ് ഇലക്ട്രോണിക്സ് എന്നൊരു ശാഖ തന്നെ ഇത്രം വിപുലമാക്കാനുണ്ടായൊരു കാരണം. ഇതൊരു 18-15 ട്രാൻസിസ്റ്ററാണ്. ഇത് ട്രാൻസിസ്റ്റർ ഇൻവെൻറ്റ് ചെയ്യണത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1949-56 കാലഘട്ടത്തിലാണ്. ബെല്ലിൽ 3 എഞ്ചിനീയർമാരാണ് ഈ ട്രാൻസിസ്റ്ററിനെ ആദ്യം ഇൻവെൻറ്റ് ചെയ്യുന്നത്. വില്യം ഷോക്ലി, JJ ബാർഡിൻ, WH ബ്രാറ്റ്. ഇവർക്കൊക്കെ നോബൽ പ്രൈസ് കിട്ടി ഈ സെമി കണ്ടക്ടർ വെച്ച്. സെമി കണ്ടക്ടറാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. സെമി കണ്ടക്ടർ എന്താണെന്ന് പറയേണ്ടതായിട്ടുണ്ട്. സെമി കണ്ടക്ടറിനെ പറ്റി ഞാൻ അടുത്ത വീഡിയോയിൽ വ്യക്തമായിട്ട് പറയാം. ജെർമീനിയത്തിൻ്റെയും സിലിക്കണിൻ്റെയും സെമി കണ്ടക്ടറുകളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ജെർമീനിയത്തിൻ്റെ കണ്ടക്റ്റിംഗ് വോൾട്ടേജ് 0.7 ആണ്. സിലിക്കണിൻ്റെ 0.9 ആണ്. ഇല്ല, അത് അത്തരം കാര്യങ്ങൾ ഞാൻ പിന്നീട് തിയറി പരമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ആവും. ഇനി ഇത് ട്രാൻസിസ്റ്റർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് IC ആണ്. IC ഇത് ഏതാ IC എന്ന് ഞാൻ നമ്പർ നോക്കിയിട്ട് എനിക്ക് ഇത് 555 IC ആണ്. ഇത് നമ്മൾ സാധാരണ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന IC ആണ് 555 IC. ടൈമർ IC എന്നാണ് ഇതിനെ പറയാറുള്ളത് നമ്മൾ കോമൺലി. ഈ IC വെച്ച് നമുക്ക് പല സർക്യൂട്ടുകളും ഉണ്ടാക്കാം. എസ്പെഷ്യലി ഇതിനെ വെച്ച് നമുക്ക് വേവ്സുകൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ മൾട്ടി വൈബ്രേറ്ററുകൾ ഉണ്ടാക്കാം. അസ്റ്റബിള്, മോണോസ്റ്റബിള്, ബൈസ്റ്റബിള്, ഏത് മൾട്ടി വൈബ്രേറ്റർ വേണമെങ്കിലും ഉണ്ടാക്കാം. പിന്നെ എന്താ പറയുക, പിന്നെ ഉള്ളത് ഡയോഡ് ഉണ്ട്. ഇത് ഒരു ആക്റ്റീവ് ഡിവൈസാണ്. IC ആക്റ്റീവ് ഡിവൈസാണ്. ട്രാൻസിസ്റ്റർ ആക്റ്റീവ് ഡിവൈസാണ്. ഈ കിടക്കുന്ന ഒന്ന് റെഗുലേറ്റർ IC ആണ്. ഇത് റെഗുലേറ്റർ IC ആണ്. ഇത് ട്രാൻസിസ്റ്ററാണ്. രണ്ടും കാഴ്ചയിൽ ഒരുപോലെ തോന്നുമെങ്കിലും അത് വ്യത്യാസമാണ്. ഇതിൻ്റെ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡയോഡാണ്. ഡയോഡ് എന്ന് വെച്ചാൽ യൂണിറ്റ് പോളാർ ഡിവൈസാണ്. ഒരു ഡയറക്ഷനിലോട്ട് മാത്രം കറണ്ടിനെ കടത്തിവിടുന്ന ഒരു ഡിവൈസാണ് ഡയോഡിൻ്റെ കൊണ്ടുള്ള സർക്യൂട്ടുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയോഡിനെ പറ്റി കൂടുതൽ മനസ്സിലാവും. ഇതിൻ്റെ എല്ലാം തിയറി ഞാൻ വരും ദിവസങ്ങളിൽ പറയുന്നതാണ്. പിന്നെ ഡയോഡുകൾ തന്നെ LED നമുക്ക് കണ്ടിട്ടുള്ള LED-കളാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ചോട്ടെ. LED എന്ന് പറയുമ്പോഴേക്കും ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു സിമസ് ബാറ്ററിയാണ്. ഞാൻ ജസ്റ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എങ്കിലും കാണിക്കുകയാണ്. ഇതൊരു ലൈറ്റ് എമിറ്റിംഗ് ഗ്രീൻ LED ആണ്. അതുപോലെ ഇതൊരു റെഡ് LED ആണ്. വോൾട്ടേജ് ടെർമിനൽ കൊടുക്കുമ്പോൾ അത് ഗ്ലോ ചെയ്യും. അതുപോലെ ഇതൊരു വൈറ്റ് LED ആണ് തോന്നുന്നു. വൈറ്റ് LED ആണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ ഇതൊരു ആർഡിനോയുടെ ഒരു ബോർഡാണ്. ആർഡിനോനെ പറ്റി പറയാനാണെങ്കിൽ ഒരു ഓപ്പൺ സോഴ്സ് ബോർഡാണിത്. നമുക്ക് എന്തും ചെയ്യാനകത്ത് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സാധനം അതിനകത്ത് ഉണ്ടാക്കാൻ സാധിക്കും. പ്രോഗ്രാമുകൾ നമ്മൾ കുറേ പ്രോഗ്രാമുകൾ നെറ്റിൽ ലഭിക്കും. പിന്നെ നമുക്ക് തന്നെ മോഡിഫൈ ചെയ്യാൻ സാധിക്കും. കുറേ C പഠിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒരു ആർഡിനോ വെച്ച് ഞാനൊരു ക്ലോക്ക് ഉണ്ടാക്കിയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നതാണ്. ഇതതുപോലെ തന്നെ ഒരു ഷിഫ്റ്റ് രജിസ്റ്ററാണ്. ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞില്ല കേട്ടോ. ഇതൊരു മോസ്ഫെറ്റാണ്. മോസ്ഫെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ പോലെ തന്നെയുള്ള ഡിവൈസാണ്. എങ്കിലും ട്രാൻസിസ്റ്ററിൻ്റെ പോലെയല്ല, കൺസ്ട്രക്ഷൻ വ്യത്യാസമുണ്ട്. ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോഴേക്കും ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്നത് സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ ഇതിനകത്ത് മെറ്റൽ ഓക്സൈഡാണ് ഉപയോഗിക്കുന്നത്. N ചാനലുണ്ട്, P ചാനൽ, 2 ടൈപ്പ് മെറ്റൽ ഓക്സൈഡ്സ് വെച്ചാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ടെർമിനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഡ്രെയിൻ സോഴ്സ് ഗേറ്റ് ആണ്. അതിൽ ട്രാൻസിസ്റ്റർ നമ്മൾ എമിറ്റർ ബേസ് കളക്ടർ എന്നാണ് ടെർമിനലിനെ കോൺഫിഗർ ചെയ്യണമെങ്കിൽ ഇതിൽ ഗേറ്റ് ഡ്രെയിൻ സോഴ്സ് ഇതിൽ ഗേറ്റിലാണ് നമ്മൾ ട്രിഗർ ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ കറണ്ട് ഇത് കൂടുതൽ പവർ പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഗേറ്റിൻ്റെ ടെർമിനലും സോഴ്സിൻ്റെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പറയുമ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറയാം. അപ്പോഴും ഇപ്പം നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലാകില്ല. പിന്നുള്ളത് അഡ്രിനോൻ്റെ ഞാനിത് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിനെ പറ്റി ഞാൻ പിന്നീട് പറയുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഷിഫ്റ്റ് രജിസ്റ്ററാണ്, വെറുതെ ഷിഫ്റ്റ് ചെയ്ത് പോകും, ലൈറ്റ് ഷിഫ്റ്റ് ചെയ്തു. ഇത് അഡ്രിനോൻ്റെ ഒരു ബോർഡാണ്. ഇത് നമ്മുടെ ഷിഫ്റ്റ് രജിസ്റ്റർ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഇത് പാരലൽ സീരീസ് ടു പാരലൽ ഷിഫ്റ്റ് രജിസ്റ്ററാണ്. അത് HC 959 അതാണ് ഇതിൻ്റെ നമ്പർ, ഈ ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ. നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കാണിക്കാം. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൻ്റെ കൂടുതൽ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഇത് ജസ്റ്റ് ഷിഫ്റ്റിംഗ് ആണിത് ഓരോ LED-ലോട്ടും. ഇത് ഞാൻ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇങ്ങനെ. ഇത് പല വിധത്തിൽ നമുക്ക് ഇതിൻ്റെ ഷിഫ്റ്റിംഗ് മാറ്റാൻ സാധിക്കും. ഇതിനകത്ത് അഡ്രിനോയുടെ ബോർഡിൽ നിന്ന് വന്ന ക്ലോക്ക്, ഡേറ്റ, ലാച്ച്, ആ 3 കമാൻഡ് വെച്ചാണ് ഇത് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി ഷിഫ്റ്റ് രജിസ്റ്റർ, ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ, കൗണ്ടേഴ്സുകൾ, മൈക്രോ കൺട്രോളുകൾ, ഇതിനെപ്പറ്റി ഞാൻ വരും വീഡിയോകളിലൊക്കെ പറയുന്നതാണ്. പിന്നെ വേറെ സർക്യൂട്ടുകളാണ്. അതെല്ലാം ഞാൻ അടുത്ത ദിവസം ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതൊരു IC ആണ്. ഇത് ഈ ഷിഫ്റ്റ് രജിസ്റ്റർ IC ആണെന്ന്. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇലക്ട്രോണിക്സിൻ്റെ ഒരു അടിസ്ഥാന കാര്യങ്ങൾ പറയാനായിട്ടാണെങ്കിൽ. ഇതൊരു ആർഡിനോ ബോർഡിൽ ചെയ്തേക്കണ ക്ലോക്കാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒരു ടൈം പാസിന് ചെയ്താണ്. ഇതൊരു വെറോ ബോർഡിലാണ് ചെയ്തേക്കണത്. LED ആണ് മൊത്തം. അഡിനോൻ്റെ ബോർഡിലാണ് ചെയ്തേക്കണത്. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി ആകുമ്പോഴേക്കും ഭയങ്കര ഇൻറ്റൻസിറ്റിയാണ് ഈ ലൈറ്റിന്. അത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ ഞാനതിനൊരു LDR വെച്ചിട്ട് ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയായിരുന്നു. അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അത് ഇവിടെ ഒരു സർക്യൂട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത് നമ്മുടെ വോൾട്ടേജ് കമ്പാരേറ്റർ വെച്ചിട്ടാണ് ഞാനത് ചെയ്തേക്കണം. അപ്പോൾ ഞാനത് വർക്ക് ചെയ്യണ ജസ്റ്റ് കാണിച്ചത്. ഇതാണ് LDR. ഇതിപ്പോൾ ഭയങ്കര ഇൻറ്റൻസിറ്റി ലൈറ്റിനുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ കൈ എടുക്കുമ്പോഴേക്കും കത്തും. ലൈറ്റിന് ഭയങ്കര ഇൻറ്റൻസിറ്റിയാണ്. രാത്രി ഇതിപ്പോൾ ഞാൻ അവിടെ പോയി ഓഫാക്കി കഴിഞ്ഞാൽ പോകും. വേണ്ട, കൈ എടുക്കുമ്പോഴേക്കും വർക്ക് ചെയ്യും. ഇതാണ് പറയുന്ന LDR. ഓക്കെ, ഇത് ജസ്റ്റ് LDRൻ്റെ ഫങ്ഷൻ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.